രാമനെ ദാസപ്പൻ അകത്തേക്ക് കയറ്റി വിടുന്നില്ല. അപ്പോൾ ജയരാമൻ പറയുന്നുണ്ട്, ദാസപ്പ ഇത് ഞാനാണ്, മനസ്സിലായില്ലെന്ന് ചോദിക്കുമ്പോൾ ആരായാലും ശരി അകത്ത് വിടാൻ പറ്റില്ല, തീർത്ത് പറയുകയാണ്. അപ്പോൾ ദാസപ്പനോട് ദേഷ്യപ്പെടുകയാണ് ജയരാമൻ. താൻ മര്യാദക്ക് ആ ഗേറ്റ് തുറക്ക് എന്നൊക്കെ പറയുമ്പോൾ എന്ത് പറഞ്ഞാലും ശരി തുറക്കാൻ പറ്റില്ല, തൻ്റെ ജോലി ഞാൻ തീർപ്പിക്കും എന്ന് പറയുന്നുണ്ട്. ഞാൻ ജോലിക്കാരനാണ്, സമ്മതിച്ച്, പക്ഷേ കയറ്റി വിടില്ല എന്ന് തീർത്ത് പറയുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ട് ദാസപ്പൻ്റെ വൈഫും വരികയാണ്. അപ്പോൾ രണ്ടുപേരും കൂടി പറയുകയാണ്, എന്ത് വിചാരിച്ചാലും ശരി ഞങ്ങൾ കയറ്റി വിടരുതെന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് പറയുമ്പോൾ ആരാ അങ്ങനെ പറഞ്ഞു ചോദിക്കുമ്പോൾ ഇഷ മാഡം ആണെന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ട് ജയരാമൻ ഞെട്ടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് വേറെ നിവൃത്തി എനിക്ക് ഉള്ള സത്യം പറയേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് എൻ്റെ മകനാണ് അഭിഷേക് എന്നുള്ള സത്യം അങ്ങനെ പറയുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ച് നോക്കിയിട്ട് ചിരിക്കുകയാണ്. അപ്പോൾ ഇവരെന്താ ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ജയരാമൻ നോക്കുമ്പോൾ, അതായത് ഓൾറെഡി തന്നെ നമ്മുടെ ഇഷ പറഞ്ഞിട്ടുണ്ട് അയാളൊരു ഫ്രോഡാണ് ജയരാമൻ, പല തട്ടിപ്പുള്ള ആളാണ്, എന്ത് ചെയ്താലും ഇവിടെ അകത്തേക്ക് കയറ്റി വിടരുതെന്നാണ് ബബ്ലു പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് കയറ്റി വിടരുത്, ചിലപ്പോൾ ബബ്ലുവിൻ്റെ അച്ഛനാണെന്ന് വരെ പറയാൻ സാധ്യതയുണ്ട്, അതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ കരുതിയിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവർ പറയുന്നത്, അതായത് ഇത്രയല്ലേ പറഞ്ഞോളൂ, പ്രധാനമന്ത്രിയാണെന്ന് പറയാതിരുന്നത് ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ഇയാളെ നല്ല രീതിയിൽ തന്നെ ജയരാമനെ കളിയാക്കി പറഞ്ഞു വിടുകയാണ്. എന്ത് ചെയ്താലും ശരി ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ ജയരാമൻ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് ജയരാമൻ തൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്കവിടെ കയറാൻ പറ്റിയില്ല എന്നുള്ള കാര്യം പറയുകയാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എന്തോ ഒരു കെണി അഭിഷേകമാണ് ചെയ്തു വെച്ചിരുന്നത്, എൻ്റെ മകൻ തന്നെയാണ് എന്നെ തുരുത്തി പുറത്താക്കാൻ നോക്കുന്നത്, എങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ അവനെ ഈ കളത്തിൽ നിന്നും പുറത്താക്കുമെന്ന് അവൻ അറിയില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, തൽക്കാലം ഇപ്പോൾ നമുക്ക് വേറെ നിവർത്തിയില്ല, അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യുന്നതും കുറച്ച് ക്ഷമിക്കുന്നതുമാണ് നല്ലത്. അപ്പോൾ വേറെ നിവൃത്തിയില്ല, അഭിഷേക് മെച്ചപ്പെട്ടാലേ, അഭിഷേക് രക്ഷപ്പെട്ടാൽ മാത്രമേ നമുക്കും രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ, അതുകൊണ്ട് ക്ഷമയോടുകൂടി നിൽക്കാൻ പറയുകയാണ്. അപ്പോൾ ജയരാമനും പറയുകയാണ്, അതെ അത് തന്നെയാണ് വേണ്ടത്, ഞാൻ തൽക്കാലം ക്ഷമിക്കുന്നു, പക്ഷേ ഞാൻ അവിടെ കയറി പറ്റാനുള്ള വേറെ കാര്യങ്ങൾ ആലോചിച്ച് എനിക്ക് അവിടെ ഒരു ബഹുമാനം കിട്ടണം, അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്ന് അപ്പോൾ തീർത്ത് പറയുകയാണ്. ശേഷം കാണിക്കുന്നത് നമ്മുടെ ദേവബാലയാണ്. ദേവബാല കൈ കർപ്പൂരം വെച്ച് പൊള്ളിച്ചിട്ട് വയ്യാത്ത കൈ കൊണ്ട് അടുക്കളയിലൊക്കെ പണി ചെയ്ത് ഒതുക്കുകയാണ്. അപ്പോൾ അത് വന്ന് ഗായത്രി ദേവി ഒന്ന് കാണുകയാണ്. പെട്ടെന്ന് തന്നെ കുക്കറിൽ തുടങ്ങുമ്പോൾ കൈ വീണ്ടും പൊള്ളുകയാണ്. അപ്പോൾ മോളെ എന്ത് ശ്രദ്ധിക്കേണ്ടത്, എന്ത് ആവശ്യമുണ്ട്, മോൾക്ക് വല്ലതും വിശ്രമിച്ചുകൂടായിരുന്നു, എന്തിനാ ഇതെങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് വളരെ സ്നേഹപൂർവ്വം വളരെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ദേവബാലയോട്. അവിടെ അടുത്തുകൊണ്ട് ഇരുത്തി അധികം സ്നേഹത്തോടു കൂടി പെരുമാറുകയാണ്, ഒരു മോളോട് എന്ന പോലെ. നല്ല വേദനയുണ്ടോ മോളെ, ഇല്ലെങ്കിൽ കുറവില്ല എന്നാണെങ്കിൽ നമുക്ക് നാളെ തന്നെ പോയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി കാണിക്കാം എന്നൊക്കെ പറയുന്നത് നമ്മുടെ അഭിഷേക് വന്ന് കാണുന്നുണ്ട്. അഭിഷേകിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അഭിഷേക് അപ്പോൾ തന്നെ അമ്മയെ അങ്ങോട്ട് അകത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ഒരു റൂമിൽ പോയിട്ട് വാതിലടച്ച് അമ്മയോട് സംസാരിക്കുകയാണ്. അമ്മ ഇത് എന്ത് കൽപ്പിച്ചാൽ ഇറങ്ങിയിരിക്കുന്നത്, അമ്മയ്ക്ക് എന്നോടുള്ളതിനേക്കാൾ കരുതൽ അവളോടാണോ, എൻ്റെ ജീവിതം തന്നെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി വന്നതാണ് അവൾ, എന്നിട്ടാണ് അവളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഇപ്പോഴും അമ്മയ്ക്ക് എന്നേക്കാളും കാര്യം അവളോടാണോ, എൻ്റെ ജീവിതം എന്തായാലും ഒരു കുഴപ്പവും ഇല്ലല്ലോ, ഞാനിവിടെ കിടന്ന് വെന്തു നേറി നടുക്കടലിൽ മുങ്ങി ചാവാൻ പോകുന്നൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ഇമോഷണലായിട്ട് പറയുകയാണ്. അപ്പം മോനെ ഞാൻ എന്താ ചെയ്യുക, നിനക്ക് അവളെ ഇഷ്ടമല്ല എന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ഞാൻ നീയും അവളും കൂടി ഒരുമിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷേ അവളോട് എനിക്ക് വേറെ ദേഷ്യമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അവളെ വെറുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ നീ പറയുന്ന പോലെ എനിക്ക് അവളോടും നിന്നോടുമുള്ള സ്നേഹത്തിൻ്റെ കണക്ക് നോക്കിയാൽ നിൻ്റെ ത്രാസ് എപ്പോഴും താഴ്ന്നേ ഇരിക്കൂ, അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും, പക്ഷേ അതിൻ്റെ പേരിൽ നിന്നെ വേണ്ടാന്ന് വെച്ച് എന്നെയും വേണ്ടാന്ന് വെച്ച് പോയ ഒരു അച്ഛൻ മോനോട് കാണിക്കേണ്ട സ്നേഹത്തിനേക്കാളും കൂടുതൽ എത്രയോ ഇരട്ടിയായിട്ട് ആ ദേവരാജൻ മാഷ് നിന്നെ നോക്കി വളർത്തി കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാഷിൻ്റെ മോളെയും മാഷിനെ എനിക്ക് അങ്ങനെ ഒരുപാട് വിഷമിപ്പിക്കാൻ പറ്റില്ല എന്ന് തീർത്ത് പറയുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ വാക്ക് തരാം, നിനക്കും ഇഷയുടെയും ജീവിതത്തിന് ദേവബാല ഒരിക്കലും തടസ്സമാവില്ല, അതിന് ഞാൻ വേണ്ടതെല്ലാം ചെയ്തോളാം എന്ന് പറയുകയാണ്. അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട്, അത് അമ്മയുടെ ആഗ്രഹം മാത്രമാണ്, പക്ഷെ അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം എന്താ വേണ്ടതെന്ന്, അവളെ ഒഴിവാക്കാൻ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ് അഭിഷേക്. ദേവരാജൻ മാഷ് ഇരിക്കുമ്പോൾ അങ്ങോട്ട് നമ്മുടെ ദേവബാല ചെത്തുന്നതാണ് കാണിക്കുന്നത്. ദേവബാല പറയുന്നുണ്ട്, എനിക്ക് ശരിക്കും വട്ടാണല്ലോ വെച്ചാൽ എല്ലാവരും പറയുന്നുണ്ട്, പലരും ഇതിനു മുമ്പും പലരും സുഖമില്ലാത്ത കുട്ടിയാണെന്നൊക്കെ, പക്ഷേ ഞാൻ എല്ലാവരും മനസ്സിലാക്കുന്നില്ല, എൻ്റെ വട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്നേഹിച്ചു പോയതാണ്, ഞാൻ അഭിഷേകിനെ ഒരുപാട് സ്നേഹിച്ചു പോയി, അത് കിട്ടാത്തതുകൊണ്ടാണ് എൻ്റെ മനസ്സ് അങ്ങനെയായി പോകുന്നത്. ഇപ്പോൾ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് എനിക്കറിയാം, എന്നെയും കൊണ്ട് കണ്ണൻ വൈദ്യരുടെ അടുത്ത് തിരിച്ച് കൊണ്ടുപോകാനാണ്, പക്ഷേ അച്ഛൻ ഞാൻ വരില്ല, എൻ്റെ ജീവിതം ഇനി ഇവിടെയാണ്, എന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഈ വീട്ടിൽ ജീവിക്കും, എൻ്റെ അഭിഷേകിൻ്റെ അതായത് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ തന്നെ ഞാൻ ജീവിക്കുകയുള്ളൂ, അതിനൊരു സംശയം വേണ്ട, ഞാൻ വരില്ല അച്ഛൻ തീർത്ത് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി ആരും എനിക്ക് തുണയില്ലെങ്കിൽ പോലും എൻ്റെ കൂടെയുള്ള അച്ഛൻ്റെ അടുത്ത് നിന്ന് മാറി എനിക്ക് നിൽക്കേണ്ടി വന്നാൽ പോലും എനിക്ക് എപ്പോഴും തുണയായിട്ട് എൻ്റെ ദേവി ഉണ്ടായിരിക്കും എന്ന് പറയുകയാണ്.
ദേവിയുടെ മുമ്പിൽ പോയി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കുട്ടിയായിരുന്നു എൻ്റെ മകളായിട്ട് കിട്ടാൻ. ആ കുട്ടിയാണ് ഇപ്പോൾ വിഷമിക്കുന്നത്. ദേവബാലയുടെയും അച്ഛൻ്റെയും വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ ദേവി എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശേഷം ഇഷയെയും അച്ഛനെയുമാണ് കാണിക്കുന്നത്. ഇഷയുടെ അച്ഛൻ വിഷമിച്ചിരിക്കുന്നതിൻ്റെ കാര്യം അന്വേഷിക്കുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് നിന്നെ കൊണ്ട് അയാളുടെ മകനെ കല്യാണം കഴിപ്പിക്കണമെന്ന് ആഗ്രഹം കൊണ്ടിരുന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോൾ വരികയാണ്. അഭിഷേകിൻ്റെ അച്ഛനാണ്. ശ്രീരാമനാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ ഏത് ശ്രീരാമൻ, തന്നോട് ആരെയും ഇങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല, തനിക്ക് എവിടെ നിന്ന് എൻ്റെ നമ്പർ കിട്ടിയെന്നൊക്കെ ചോദിക്കുകയാണത്. അഭിഷേകിൻ്റെ ഓഫീസിലുള്ള അഭിഷേകിൻ്റെ ശത്രുവായ ഒരാളാണ് നമ്പർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനാണ് നമ്പർ കൊടുത്തതെന്ന് ഒരിക്കലും അറിയരുതെന്ന് അയാൾ പറയുന്നുണ്ട്. സാറ് കാരണമാണ് എനിക്ക് വലിയൊരു ഉപകാരമായി പോയി ഈ നമ്പർ കിട്ടിയത്, നമുക്കൊന്ന് നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് അയാളെ. അപ്പോൾ അയാളോട് ചെന്നിട്ട് പറയുന്നത്, ഫ്രാങ്കായിട്ട് പറയാമല്ലോ, എനിക്ക് ഇപ്പോഴും ഒരു വിശ്വാസമില്ല അഭിഷേകിൻ്റെ അച്ഛനാണ് താനെന്ന് പറയുമ്പോൾ അതിനുള്ള തെളിവ് ഞാൻ കൊണ്ടുവരാൻ ഗായത്രി ദേവിയെ ഞാൻ വിവാഹം കഴിച്ച കാര്യങ്ങളെല്ലാം നാട്ടിൽ നിന്ന് പോയി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പറയും.